ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാൻ വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള കേക്ക് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം കേക്ക് ഓർഡേഴ്സ് ഉള്ള ഒരു ദിവസമായിരുന്നു ഇത്. പിന്നെ മാത്രമല്ല കേക്കിൻ്റെ വിശേഷങ്ങൾ കൂടാതെ ഞാൻ കേക്ക് പ്രൊഡക്ട്സ് വാങ്ങുന്ന ഷോപ്പ് ചെറുതായിട്ടും കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് സ്പഞ്ച് എല്ലാം റെഡിയാക്കി എടുക്കാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ റെസിപ്പിയൊന്നും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാൻ പൊതുവേ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. നമ്മൾ ഓൾറെഡി റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് ട്രഫിളുടെയും ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ എല്ലാം നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. 2 kg 1 kg എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്ന് ഓർഡർ ഉണ്ടായിരുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ്, ചോക്ലേറ്റ് ട്രഫിൾ, വൈറ്റ് ഫോറസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ഡോണറ്റ്സ്. ഇത്രയും ഓർഡറാണ് നമുക്ക് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 1 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് ട്രഫിൾ, 1/2 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് ട്രഫിൾ, പിന്നെ 2 kg വെയിറ്റ് വരുന്ന 2 ടയർ ബ്ലാക്ക് ഫോറസ്റ്റ്, അതും സ്പെഷ്യൽ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്, ഗനാഷ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് നമുക്ക് അന്ന് ഓർഡർ ഉണ്ടായിരുന്നത്. പിന്നെ 10 ഡോണറ്റ്സും. അത്രയും ഓർഡേഴ്സ് ആണ് നമുക്ക് അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ കേക്ക് സ്പഞ്ച് എല്ലാം റെഡിയാക്കി എടുത്തു. തലേ ദിവസം രാത്രി തന്നെ നമ്മൾ ബേക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ഒരു 1.5 kg വെയിറ്റ് വരുന്ന ഒരു ടോളായിട്ടുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ഉണ്ട്. അത് നമുക്ക് പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ഓർഡർ ആയിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്തെടുത്തു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെടുക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് വിത്ത് ഗനാഷെ കേക്കാണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് 2 ടയർ ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ തലേ ദിവസം സ്പഞ്ചെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാൻ ഈ കേക്ക് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം ഇത് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്തെടുക്കാറ്. 2 ടയറിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ക്രം കോട്ട് ചെയ്യാറ്. ഡയറക്റ്റ് നമ്മുടെ ടേൺ ടേബിളിൽ കേക്ക് വെച്ചിട്ട് ക്രീമെല്ലാം സ്പ്രെഡ് ചെയ്ത് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബോർഡിലോട്ട് മാറ്റുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. എനിക്ക് ഇതാണ് ഒന്നും കൂടി ഈസി എന്ന് തോന്നി. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കേക്കിൻ്റെ ബോർഡ് ക്ലീൻ ആക്കുന്ന ഒരു പരിപാടി കുറച്ച് കുറഞ്ഞു കിട്ടും. പിന്നെ മെയിൻ കോട്ടിങ് കഴിഞ്ഞതിന് ശേഷം കേക്ക് ക്ലീൻ ആക്കിയാൽ മതിയാവും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്രയും എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ചെയ്യൊന്നും വേണ്ട. പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. മീൻസ് ഓവറായിട്ട് നമ്മൾ താഴത്തെ ലെയർ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലിഫ്റ്റ് ചെയ്യുമ്പം കേക്ക് അങ്ങ് പൊട്ടിപ്പോരും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുള്ളൂ. കാരണം ഈ കേക്കിൻ്റെ ബോർഡ് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്ന കേക്ക്സ് എല്ലാം ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാ കേക്കും നമുക്ക് ഏകദേശം ഒരേ സമയത്താണ് ഡെലിവറി ചെയ്യേണ്ടിയിരുന്നത്. അപ്പം രാവിലെയാണ് മെയിനായിട്ടുള്ള കോട്ടിംഗ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ഉള്ള കേക്കെല്ലാം നമ്മൾ ചോക്ലേറ്റ് ട്രഫിളും അതുപോലെ തന്നെ 2 ടയറിൻ്റെ മുകളിലുള്ള കേക്കും ഇവിടെ ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി 2 കേക്കും ഇതേപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ കേക്ക്സ് എല്ലാം ഇവിടെ മുഴുവനായിട്ട് നമ്മൾ കവർ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഡോണറ്റ്സിനായിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ ഈ ഒരു സമയമാകും 10 മണിക്കായിരുന്നു ഞാനിത് ക്രീം മെയിനായിട്ട് കോട്ടിങ്ങിന് തന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം 4 കേക്കും ചെയ്ത് കഴിയുമ്പോഴേക്കും 11:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ ഡോണറ്റ്സിനുള്ള മാവ് ഞാൻ കുഴച്ച് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഡോണറ്റ്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 10 ഡോണറ്റ്സ് ആണ് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് 10 ഡോണറ്റ്സ് നമുക്ക് കിട്ടണമെങ്കിൽ 2 കപ്പ് മൈദയാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഇതിൽ ഞാൻ റെസിപ്പി കാണിക്കുന്നില്ല. അപ്പോൾ ഡോണറ്റ്സിൻ്റെ മാവെല്ലാം കുഴച്ചെടുത്തതിന് ശേഷം ഇത് പൊങ്ങി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ഐസിങ് കഴിഞ്ഞിട്ടുണ്ട്. ടേബിളിൻ്റെ പരുവതായിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത് ക്ലീനാക്കി എടുത്തു. പിന്നെ ബാക്കി ഡെക്കറേഷനുള്ള ചോക്ലേറ്റ് ഡെക്കറേഷൻ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഡോണറ്റിൻ്റെ മാവെല്ലാം പൊങ്ങി വന്നിട്ട് നമ്മളിവിടെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഡോണറ്റ്സ് പൊരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ റെഡിയാക്കിയിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഡോണറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുത്തതിൻ്റെ പേരിൽ 2-3 ഡോണറ്റ്സിൻ്റെ ഷേപ്പ് എല്ലാം മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൊടുക്കേണ്ടിയിരുന്നത് എൻ്റെ റിലേറ്റീവിന് തന്നെയാണ്. അപ്പോൾ അവർ പെട്ടെന്ന് ഓർഡർ തന്നപ്പോൾ ഞാൻ ചെയ്തെടുത്തു എന്ന് മാത്രം. നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. അവർ വീട്ടിൽ വന്നിട്ടാണ് അവരത് കൊണ്ടുപോയത്.
അങ്ങനെ ഡോണറ്റ്സ് എല്ലാം കൊടുത്തു. പിന്നെ നമ്മൾ ഈ മെയിനായിട്ട് കോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ട്രഫിളിൻ്റെ കേക്ക് എടുക്കാം. എന്നിട്ട് ഈ ഒരു വയർ റാക്കിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുഴുവനായിട്ട് നമ്മൾ ചോക്ലേറ്റ് കവർ ചെയ്യുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ കേക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് മുഴുവനായിട്ട് ഗനാഷ് വെച്ചിട്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ലൊരു ഫിനിഷിങ് കിട്ടും നമ്മുടെ കേക്കിന് ഇങ്ങനെ ചെയ്യുമ്പോൾ. കുറേ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു, കേക്ക് മറിഞ്ഞു വീഴുമോ അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ പതുക്കെ കേക്ക് ബോർഡിൽ നിന്ന് ഇളക്കിയതിന് ശേഷം പതിയെ അങ്ങ് വെച്ച് കൊടുക്കുക വയറാക്കിൽ. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുത്തിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ഇപ്പോൾ നമ്മൾ 2 കപ്പ് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് അളവിൽ ക്രീം, അങ്ങനെയാണ് നമ്മൾ ഗനാഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡാക്കി കൊടുക്കുമ്പം കേക്ക് നന്നായിട്ട് തണുപ്പുണ്ടായിരിക്കണം. തണുപ്പുണ്ടായ കേക്കിൻ്റെ മുകളിലോട്ട് മാത്രമേ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ പേരിൽ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് വളരെ നന്നായിട്ട് തന്നെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് എല്ലാം ഒലിച്ച് താഴേക്ക് നമ്മൾ താഴെ വെച്ചിട്ടുള്ള ഒരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറും. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അത് ഒന്ന് താഴേക്ക് ഇങ്ങനെ ഒലിച്ച് എല്ലാം ഇറങ്ങി വന്നതിന് ശേഷം അതൊന്ന് സെറ്റായതിന് ശേഷം നമുക്കിത് നമ്മുടെ കേക്ക് ബോർഡിലോട്ട് മാറ്റണം. പതിയെ അങ്ങ് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഗനാഷ് ഇവിടെ പ്ലേറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യാം. നമുക്ക് ബാക്കി വേറെ കേക്കിലേക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഗനാഷ് വേസ്റ്റ് ആയിട്ടില്ല കേട്ടോ. മുഴുവനായിട്ട് നമുക്കിത് സേവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേക്ക് ബോർഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും തന്നെ പറ്റാറില്ല. ഞാൻ രണ്ടും ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. ഇത് അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പം സൈഡിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ, അപ്പോൾ നമ്മൾ പാലറ്റ് നൈഫ് വെച്ച ഭാഗമാണ് കാണുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരല്പം ഗനാഷ് ഒന്ന് ആക്കിയിട്ട് നമ്മൾ പാലറ്റ് നൈഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നങ്ങ് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചോക്ലേറ്റ് ഡെക്കറേഷൻ എല്ലാം വെച്ച് കൊടുക്കാം. ഒന്ന് ഞാൻ ഒറിഗാമി മോൾഡിൽ വെച്ച് ചെയ്തതാണ്. പിന്നെ സിലിക്കോൺ മോൾഡിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. പിന്നെ ഗോൾഡൻ ഡസ്റ്റ് ഒരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് ഒന്നങ്ങ് കുടഞ്ഞു കൊടുത്താൽ നമുക്ക് ഒരു ഡിസൈനും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക്. 1/2 kgയുടെയും 1 kgയുടെയും റെഡി ആയിട്ടുണ്ട്. ഇത് 1/2 kg ആണ്. ഇനി നമുക്ക് 2 ടയർ കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് മേടിക്കാനായിട്ട് കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ കേക്ക് പാക്ക് ചെയ്യാനായിട്ട് നിന്നു. അപ്പോൾ ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഗ്ലിറ്റർ ആക്കി കൊടുക്കാം. അപ്പോൾ ഈ 2 ടയർ കേക്ക് നമ്മൾ സെയിം മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്ലിറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഗ്ലിറ്റർ ചെയ്യുന്ന ഈ ഒരു ടൂളിൻ്റെ റിവ്യൂവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എല്ലാ കേക്ക്സും ഡെലിവറി ചെയ്തു. 2 ടയറും അതുപോലെ തന്നെ ചോക്ലേറ്റ് ട്രഫിളും ഡോണറ്റ്സും എല്ലാം. അപ്പോൾ നമ്മൾ രാവിലെ ബ്ലാക്ക് ഫോറസ്റ്റ് ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് പിന്നീട് ഇപ്പോൾ ഈ കണ്ട കേക്കിൻ്റെ പണികളിലോട്ടെല്ലാം നിന്നിട്ടുണ്ടായിരുന്നത്. അത് കൊടുത്തതിന് ശേഷം പിന്നെ സെയിം കസ്റ്റമർ തന്നെ നമുക്ക് 1.5 kg വെയിറ്റ് വരുന്നൊരു ടോളായിട്ടുള്ളൊരു ബ്ലാക്ക് ഫോറസ്റ്റും ഇതേപോലെ പെട്ടെന്ന് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും അങ്ങ് ചെയ്തെടുത്തു. അത് പിറ്റേ ദിവസമാണ് നമ്മൾ ഡെലിവറി ചെയ്തത്. അന്ന് പെട്ടെന്ന് ആണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് തന്നെ കേക്കിൻ്റെ സ്പഞ്ചെല്ലാം റെഡിയാക്കി ക്രം കോട്ട് ചെയ്തെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നീട് പിറ്റേ ദിവസമാണ് നമ്മളത് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കെല്ലാം നമ്മൾ കൊടുത്തതിന് ശേഷം പിന്നീട് ബേക്കിംഗ് പ്രോഡക്റ്റ്സ് മേടിക്കുന്ന ഷോപ്പിലോട്ട് പോയി. ഈ ഷോപ്പ് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പൊന്നാനി CV ജംഗ്ഷനിൽ കുറ്റിപ്പുറം ഹൈവേയിലാണ് ഈ ഒരു ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ മോസ്റ്റ് ഓഫ് ദ സാധനങ്ങളെല്ലാം ഇവിടെ നിന്നാണ് മേടിക്കാറ്. പിന്നെ കുറച്ച് ഓൺലൈനായിട്ടും അതേപോലെ തന്നെ വേറെ ഞങ്ങളുടെ അടുത്ത് കുറച്ച് ഷോപ്പുകളെല്ലാം ഉണ്ട്. ജാക്കിർ എൻ്റർപ്രൈസ്, അതുപോലെ തന്നെ സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഷോപ്പുണ്ട്. അവിടെ നിന്നും മേടിക്കാറുണ്ട്. മെയിനായിട്ട് ഇവിടെ നിന്നാണ് ഞാൻ കൂടുതലും സാധനങ്ങൾ മേടിക്കാറ്. അപ്പോൾ ഇവിടെ നമ്മുടെ പൊന്നാനി ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒന്ന് വന്ന് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വന്ന് ചെക്ക് ചെയ്യുക.
അങ്ങനെ അവിടുത്തെ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഇറങ്ങി. പിന്നെ പിറ്റേ ദിവസം നമുക്കുണ്ടായിരുന്ന ഈ ഒരു കേക്ക് നമ്മൾ അവർക്ക് ഡെലിവറി ചെയ്തു. അപ്പോൾ ഈ ഒരു കേക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഞാനിടുന്ന എല്ലാ കേക്ക്സും ഞാൻ അപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇതുവരെയും ഫോളോ ആക്കാത്തവർ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന കേക്ക്സിൻ്റെ റീൽസ് എല്ലാം കാണാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയൊരു കേക്ക് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നും നിങ്ങളോട് ചോദിക്കുന്ന പോലെ തന്നെ ഏത് കേക്കാണ് ഇഷ്ടമായത് എന്നും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്